ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ചെയ്യാറുള്ളതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടൊരു രുചിയിൽ, എന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണ് കേട്ടോ അത്. ഞാനിവിടെ നെയ്മീനാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. നെയ്മീൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല, നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ട്രൈ ചെയ്യാം. ഞാൻ ഇവിടെ 2 സ്ലൈസ് നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് മൊത്തം വെയിറ്റ് 400 ഗ്രാം ഉണ്ട്. കാണുമ്പോൾ ചെറുതുപോലെ തോന്നും, പക്ഷേ 2 വലിയ സ്ലൈസാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്കുള്ള അരപ്പുണ്ടാക്കാനായിട്ട് കുറച്ച് ചേരുവകളെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 2 ടൈപ്പ് വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള വറ്റൽമുളക് 5 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ എരിവ് കുറഞ്ഞിട്ടുള്ള പിരിയമുളക് 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിരിയമുളകും കൂടിയിട്ട് ചേർത്ത് അരയ്ക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് അധികം അരപ്പ് കിട്ടുക കേട്ടോ. പിരിയമുളകിന് എരിവ് കുറവാണ്. പിന്നെ ബാക്കിയുള്ള ചേരുവകളുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആ ചേർക്കുന്ന സമയത്ത് പറയാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് നമുക്ക് ഈ 2 ടൈപ്പ് വറ്റൽമുളകും ചേർക്കാം. ഒന്ന് നുറുക്കിയിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് അരഞ്ഞ് കിട്ടാനായിട്ട്, ഒന്ന് ചതഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഒരു 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുടെ കഷ്ണം, ഇത്രയുമുള്ളൊരു കഷ്ണം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. 4 വലിയ അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കാം. 4 ചെറിയുള്ളി അരിഞ്ഞ് ചേർക്കാം. ചെറിയുള്ളി ഒരുപാട് ചേർക്കരുത് ഇതിനകത്തേക്ക്, കാരണം നമ്മൾ ചിലപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ കരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഒരു 3-4 എണ്ണമൊക്കെ ചേർത്താൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റാണ്, പക്ഷെ കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത്രയുമുള്ള ഒരു ചെറിയ കഷ്ണം വാളംപുളി ചേർക്കാം. ഒരു ചെറിയൊരു നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ളത് കേട്ടോ. നമുക്കൊന്ന് പിച്ചി ഇട്ട് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂണിനേക്കാളും താഴെ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകമാണ് ചേർത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഉപ്പ് നമുക്ക് ആദ്യം കുറച്ച് ചേർക്കാം, എന്നിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് അരച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് ആദ്യം നമുക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കണ്ടിന്യൂസ് ആയിട്ട് അരയ്ക്കാണ്ട് നമ്മൾ ചമ്മന്തിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നിർത്തി ഒതുക്കി കൊടുത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. കണ്ടോ, ഇപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിലപ്പോൾ വ്യത്യാസം വരാം അളവിൽ. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ അരപ്പിൻ്റെ ഒരു പരുവത്തിൽ വരുന്ന രീതിയിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരയ്ക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് വല്ലാണ്ട് അങ്ങ് പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല. ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഈ ഒരു പരുവത്തിലാണ് ഇത് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ അരപ്പ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ചും കൂടി ഇടുന്നുണ്ട്. ഉപ്പ് പോരാൻ തോന്നിയോണ്ട് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. പോരാന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. നമ്മളിപ്പോൾ ഇത് വെള്ളം ഒഴിച്ചിട്ടല്ല അരച്ചെടുത്തത്, ക്രഷ് ചെയ്തെടുത്തത്. അതല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സാധാരണ നിങ്ങൾ മീൻ വറക്കുമ്പോൾ ചിലർ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരിക്കില്ലേ മിക്സ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെയൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഇപ്പോൾ നമ്മുടെ അരപ്പ് നല്ല പരുവത്തിലായി വന്നിട്ടുണ്ട്. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. മീനിൻ്റെ മേലെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിൽ നമുക്ക് തേച്ച് പിടിപ്പിക്കാം കേട്ടോ. 2 സൈഡിലും തേച്ച് പിടിപ്പിക്കാം. ഒത്തിരി കട്ടിയിൽ വേണ്ട, ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ മാത്രം തേച്ചാൽ മതി. ഒത്തിരി കട്ടിയിൽ നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ജസ്റ്റ് മീനൊന്ന് കവർ ആവുന്ന രീതിയിൽ മാത്രം അരപ്പ് തേക്കാം. നമുക്ക് മിനിമം ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ അതിൽ കൂടുതൽ സമയമൊക്കെ നിങ്ങൾ അരപ്പ് വരട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ വെക്കേണ്ട, ഫ്രിഡ്ജിനകത്ത് വെക്കാം. എന്നിട്ട് വറുക്കാൻ നേരത്തെ എടുത്ത് വെളിയിൽ വെച്ച് തണുപ്പ് കളഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്താൽ മതി. ഇതിപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് നേരത്തേക്ക് വെക്കാം. അപ്പോൾ 30 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാൻ ചൂടാക്കിയിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാം, കാരണം നമുക്കിതൊരു നാടൻ സ്റ്റൈലല്ലേ ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ മീനെടുത്ത് പാനിലേക്ക് ഇടുകയാണ്. അപ്പോൾ അരപ്പുള്ള ഈ മേലത്തെ ഭാഗം ഉണ്ടല്ലോ, അത് താഴെ വരുന്ന രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം പാനിലേക്ക്. അപ്പോൾ അവിടെ കുറച്ച് അരപ്പ് നമുക്ക് മിസ്സിങ് ആയിട്ട് കാണാൻ പറ്റും. അവിടെ നമുക്ക് സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടോ, കൈ പൊള്ളാതെ ജസ്റ്റ് ഒന്ന് അരപ്പ് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു കോട്ടിങ് മാത്രം മതി, ഒത്തിരി കട്ടിയിൽ വേണ്ട കേട്ടോ. അങ്ങനെ മറ്റേതും ചെയ്യാം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി എക്സ്ട്രാ ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫ്ലേവറും കൂടിയിട്ട് നമ്മളെ മീനിലേക്ക് പിടിക്കും. സംഭവം ഭയങ്കര ടേസ്റ്റ് ആണെങ്കിലും നമ്മളൊരു 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, തീ ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഒരു ലോയിനും മീഡിയത്തിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെച്ചാൽ മതി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നോൺ സ്റ്റിക്ക് ചട്ടിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അതല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കാത്ത, പെട്ടെന്ന് പുകഞ്ഞു പിടിക്കാത്ത അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാൻ എടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ ആ അരപ്പും കൂടിയിട്ട് വരുന്ന രീതിയിൽ വേണം കേട്ടോ മറിച്ചിടാനായിട്ട്.
ഈ അരപ്പ് മൊരിയുമ്പോൾ തന്നെ ഒരു നല്ലൊരു സ്മെല്ലാണ് വരിക, നല്ലൊരു ഫ്ലേവർ. നമുക്ക് അതിൽ നിന്ന് തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റും. പിന്നെ സൈഡിലൊക്കെ ചിലപ്പോൾ വിട്ട് പോകും ഇതിൻ്റെ അരപ്പ്. അപ്പോൾ അത് മൊരിഞ്ഞ് വരണ അനുസരിച്ചിട്ട് നിങ്ങൾ കോരി മാറ്റാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പാനിൽ തന്നെ കിടന്ന് ആ ചൂടുകൊണ്ട് വീണ്ടും കരിഞ്ഞു പോവില്ല. ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കളർ ഇങ്ങനെ കാണുന്നേ ഉള്ളൂ, കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മീനെടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ്. ഈ ഒരു മീൻ വറുത്തതും ഒരു ഇത്തിരി ചമ്മന്തി മാത്രം മതി, വേറെ ഒന്നും വേണ്ട നമുക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക, കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കാണും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ മറക്കാതെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.